കാണ്ടാമൃഗപ്പേടിയും കൂട്ടുകാരും. കാണ്ടാമൃഗത്തിന്റെ പേരിലുള്ള ഒരു പാർട്ടിയുടെയും മറ്റു ചില കോമഡി പാർട്ടികളുടെയും കഥയാണ് ഇത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന അന്റാർട്ടിക്കയെ കെട്ടിവലിച്ച് വടക്കോട്ട് കൊണ്ടുവരും. ആർട്ടിക് സർക്കിളിന്റെ വടക്ക് ഭാഗമില്ലേ, അവിടേക്ക്. കാനഡയിൽ നടന്ന തെരഞ്ഞെടുപ്പില് ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾക്ക് മുൻപിൽ വെച്ച വാഗ്ദാനമാണിത്. എന്തിനാ ഇവർ അന്റാർട്ടിക്കയെ ആർട്ടിക് പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നത് എന്നല്ലേ? ആ തണുപ്പൻ വൻകരയെ കാനഡയുടെ ഭാഗമാക്കാൻ. അതോടെ ലോകത്തെ തണുപ്പിന്റെ നിയന്ത്രണം മുഴുവൻ കാനഡയുടെ കൈവശമാകൂത്രേ. ഭാവിയില് കോൾഡ് വാർ അഥവാ ശീതയുദ്ധം വന്നാൽ കാനഡയെ പിന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്ന ഗുണവും ഉണ്ട് എന്നാണ് വാഗ്ദാനം നൽകിയവരുടെ പക്ഷം. സത്യത്തില് ഈ ശീതയുദ്ധത്തിന് തണുപ്പുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ, അതറിയാലോ. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നിലനിന്നിരുന്ന മത്സരബുദ്ധിയും എതിർപ്പുകളുമാണ് ശീതയുദ്ധം എന്നറിയപ്പെട്ടിരുന്നത്. അന്റാർട്ടിക്കയെ വടക്കോട്ട് കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയുടെ പേര് കേൾക്കണ്ടേ? റൈനോസറസ് പാർട്ടി, അതായത് കാണ്ടാമൃഗ പാർട്ടി. നിലവിലുള്ള ഭരണാധികാരികളെയും സ്ഥാനാർത്ഥികളെയും ഒക്കെ വിമർശിക്കാനും കളിയാക്കാനുമായി കാനഡയിൽ രൂപീകരിച്ച പാർട്ടിയാണിത്. അതെന്നെ, ശരിക്കും ഒരു പരിഹാസ പാർട്ടി. എഴുത്തുകാരനും ഡോക്ടറുമായ ജാക്വസ് ഫെറോൺ ആണ് കാണ്ടാമൃഗ പാർട്ടി രൂപീകരിച്ചത്. 1958 ബ്രസീലിലെ സാവോ പോളോ സിറ്റി കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ ഒരു കാണ്ടാമൃഗം മത്സരിച്ച് 100,000-ഓളം വോട്ട് നേടിയിരുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളോടുള്ള എതിർപ്പ് വോട്ടർമാർ കാണ്ടാമൃഗത്തിന് വോട്ട് ചെയ്തുകൊണ്ട് പ്രകടിപ്പിക്കുകയായിരുന്നു അവിടെ. കക്കാരിക്കോ എന്നായിരുന്നു കാണ്ടാമൃഗത്തിന്റെ പേര്. കക്കാരിക്കോയുടെ പിന്മുറക്കാരുടെ പാർട്ടിയാണ് കാണ്ടാമൃഗ പാർട്ടി എന്നാണ് ജാക്വസ് ഫെറോണും കൂട്ടരും പ്രഖ്യാപിച്ചത്. കോർണേലിയസ് ഫസ്റ്റ് എന്ന ഒരു കാണ്ടാമൃഗത്തെ പാർട്ടിയുടെ നേതാവായി അവർ തെരഞ്ഞെടുക്കുകയും ചെയ്തു. 1963 നിലവിൽ വന്ന ഈ പാർട്ടി 1993 വരെ നിലനിന്നു. അതിനിടെ പലതവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു കേട്ടോ. തെരഞ്ഞെടുപ്പിന് മുൻപ് വാഗ്ദാനങ്ങൾ നൽകുകയും അത് യാതൊരു നാണവുമില്ലാതെ ലംഘിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പൊള്ളത്തരത്തെ ശരിക്കും കളിയാക്കുക, അതായിരുന്നു കാണ്ടാമൃഗ പാർട്ടിയുടെ ഉദ്ദേശം. അതിനുവേണ്ടി അവരും കൊടുത്തു നല്ല രസികൻ വാഗ്ദാനങ്ങൾ. ഒരു വാഗ്ദാനവും പാലിക്കില്ല എന്നതാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാന വാഗ്ദാനം. ഒരു കാലത്ത് നടക്കാത്ത കാര്യങ്ങള് വാഗ്ദാനങ്ങളായി കൊടുത്ത് ആളുകളെ രസിപ്പിക്കുകയും അല്പം ഒന്ന് ചിന്തിപ്പിക്കുകയും ചെയ്യാം. അതായിരുന്നു പാർട്ടിയുടെ രീതി. കേട്ടാ ചിരി വരുന്ന കുറെ കാണ്ടാമൃഗ വാഗ്ദാനങ്ങൾ അവർ കൊടുത്തിരുന്നു കേട്ടോ. ആയിരക്കണക്കിന് ദ്വീപുകളുള്ള രാജ്യമാണല്ലോ കാനഡ. കാണ്ടാമൃഗ പാർട്ടിയുടെ ഒരു വാഗ്ദാനം ദ്വീപുകൾ ഒരിക്കൽ കൂടി എണ്ണി നോക്കും എന്നതായിരുന്നു. എന്തിനാന്നോ? അയൽ രാജ്യമായ അമേരിക്ക സൂത്രത്തിൽ ഏതെങ്കിലും ദ്വീപ് അടിച്ചു മാറ്റിയോന്നറിയാൻ. പിന്നെ കാനഡയിലെ നിയമങ്ങളെല്ലാം നിരോധിക്കും എന്നായിരുന്നു മറ്റൊരു രസികൻ വാഗ്ദാനം. ഇതെന്തിനാണെന്നല്ലേ? കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാൻ. നിയമങ്ങൾ ഉണ്ടെങ്കിലല്ലേ നിയമലംഘനം നടക്കൂ. ബെൽജിയവുമായി കാനഡ യുദ്ധം ചെയ്യും. ഇതായിരുന്നു കാണ്ടാമൃഗ പാർട്ടിയുടെ ഒരു വാഗ്ദാനം. എന്താ ഇതിന്റെ കാരണമെന്നോ? ബെൽജിയത്തിലെ ടിൻടിൻ എന്ന ലോക പ്രശസ്ത കോമിക് കഥാപാത്രത്തിന്റെ ഒരു കഥയില് കാണ്ടാമൃഗത്തെ കൊല്ലുന്ന രംഗമുണ്ടത്രേ. 1993 കാണ്ടാമൃഗ പാർട്ടി പിരിച്ചുവിട്ടു. എന്നാൽ 2006 ഇതിനു വീണ്ടും ജീവൻ കൊടുത്തു. ഫ്രാങ്കോയിസ് ഗൗഡ് എന്ന ആളായിരുന്നു പുതിയ കാണ്ടാമൃഗ പാർട്ടിയുടെ സ്ഥാപകൻ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അനുമതി 2007 പാർട്ടിക്ക് കിട്ടുകയും ചെയ്തു. പുതിയ കാണ്ടാമൃഗ പാർട്ടിയും രസികൻ വാഗ്ദാനങ്ങളുമായിട്ട് രംഗത്തുണ്ട് കേട്ടോ. അവരുടെ വെബ്സൈറ്റിൽ ഇതാ ഇങ്ങനെ കുറച്ച് വാഗ്ദാനങ്ങളുണ്ട്. അതിലൊന്ന്, കുട്ടികൾക്ക് പേരിടുമ്പോൾ ആ പേരിൽ 12 അക്ഷരമെങ്കിലും വേണം എന്ന് നിയമം കൊണ്ടുവരും. കൂടാതെ ഒരു വലിയ അക്ഷരം, ഒരു അക്കം, ഒരു ചിഹ്നം എന്നിവയും വേണം. ജനങ്ങൾക്ക് നേരെയുള്ള തട്ടിപ്പുകൾ ഒഴിവാക്കാനാണത്രേ ഇത്. ഈ പാസ്വേഡൊക്കെ ഉണ്ടാക്കുമ്പോൾ തട്ടിപ്പുകൾ തടയാൻ ഇത്തരം ചില നിബന്ധനകൾ പറയാറുണ്ടല്ലോ, അതുപോലെ. പിന്നെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ അനാസ്ഥ മൂലം കാനഡയിൽ നിന്ന് റഷ്യയിലേക്ക് പോയ ഭൂമിയുടെ കാന്തിക ധ്രുവം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ മാഗ്നറ്റിക് പോൾ, അത് തിരിച്ചു കൊണ്ടുവരുമെന്ന്. രസികന്മാര് തന്നെയല്ലേ? ഇംഗ്ലീഷ് ഫ്രഞ്ച് നിരക്ഷരത. നിരക്ഷരത എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ? അക്ഷരം അറിയാത്ത അവസ്ഥ. ഇത് കാനഡയുടെ ഔദ്യോഗിക ഭാഷകളാക്കുമെന്നും വാഗ്ദാനമുണ്ട്. ഇതേപോലെ മറ്റൊരു തമാശ പാർട്ടി ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലായിരുന്നു അത്. 1989 അവിടെ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പാർട്ടി 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 എന്നായിരുന്നു അവരുടെ പേര്. ഇതുപോലുള്ള വേറൊരു പാർട്ടി ഫാൻസി ഡ്രസ് പാർട്ടി ആയിരുന്നു. 1979 ബ്രിട്ടനിലായിരുന്നു ഈ പാർട്ടി ഉണ്ടായിരുന്നത്. ഇത് 2017 വരെ നിലവിലുണ്ടായിരുന്നു അത്രേ. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്,
ഇരട്ടവാലൻ പാർട്ടി. ഹംഗറിയിൽ 2006 ഇത് രൂപം കൊണ്ടത്. ഹംഗേറിയൻ ടു ടെയിൽഡ് ഡോഗ് പാർട്ടി അതായിരുന്നു ഈ പാർട്ടിയുടെ ഫുൾ പേര്. പിന്നെ പാർട്ടി ഇല്ലാത്ത പാർട്ടി 2013 ജപ്പാനിലായിരുന്നു ഈ പാർട്ടി ഉണ്ടാക്കിയത്. ഷിജി ഷെയ്തോ നാഷി. പേരിന്റെ അർത്ഥം എന്താ അറിയോ? പിന്തുണയ്ക്കാൻ പാർട്ടിയില്ല. എന്തൊക്കെ തമാശകളല്ലേ ലോകത്ത്.